ഞാൻ കർത്താവിനെല്ലാം മഹത്വവും കൊടുക്കുകയാണ്. ഇന്നലെ കർത്താവിന്റെ ദാസന്മാരെ നമ്മുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി. മറഞ്ഞു കിടക്കുന്ന പല മർമ്മങ്ങൾ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. പലരും വരാമെന്ന് പറഞ്ഞ പലരും വന്നില്ല എങ്കിലും പ്രതീക്ഷിക്കാത്ത പലരും വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ എനിക്ക് വലിയ സന്തോഷമുണ്ടായൊരു കാര്യം, ക്രിസ്തുവിന്റെ ശരീരത്തിലെ കൈയും കാലുമായിട്ട് എല്ലാം ഓരോ അവയവങ്ങളായിട്ട് നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാതെ ഇരുന്ന സമയത്ത് എൻ്റെ പ്രിയ ആത്മീയ സഹോദരൻ, നിങ്ങൾക്കറിയാം, ചിലർക്കറിയാം, പ്രിയ ഫിലിപ്പ് കൂടി കടന്നു വരാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ദുബായിൽ നിന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി അദ്ദേഹം വന്നിട്ട് പോവുകയാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ. നിങ്ങൾ എപ്പോഴും കാണുന്ന എന്നെ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഒരു നിമിഷം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ മീറ്റിംഗിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റാട്ടെ. സ്തോത്രം. ഇരുന്നാട്ടെ. പലപ്പോഴും എന്നെ മാത്രമേ ജനം കാണുന്നുള്ളൂ, പക്ഷേ അനേകർ ഒരുമിച്ച് ക്രിസ്തുവിന്റെ ആ ശരീരത്തിലെ അവയവങ്ങളായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഐക്യതയോടെ മുന്നേറുവാൻ കഴിയുന്നത്, ദൈവഹിതം തയ്ക്കുവാൻ കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നലെ കടന്നു വരാത്തവരും ഇവിടെ ഉണ്ടല്ലോ, അവരെയും കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പല ലക്ഷ്യങ്ങളില്ല, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവ് യേശുവിന്റെ ലക്ഷ്യമാണ്. സ്തോത്രം. മതത്തിന് ഡിനോമിനേഷനുകൾക്കെല്ലാം പല ലക്ഷ്യമാണ്. സ്തോത്ര. എന്നാൽ ദൈവരാജ്യത്തിലെ അംഗങ്ങൾക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ രാജാവായ രാജാതി രാജാവായ യേശുവിന്റെ ഇഷ്ടം. ആമേൻ. ആ യേശുവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവരാജ്യം അവകാശമാകുകയുള്ളൂ. അല്ലാത്തവർ ആരും അത് അവകാശമാകുകയില്ല. ഇന്നലെ നമ്മൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ പഠിച്ചു, നിങ്ങൾ താല്പര്യത്തോടെ വന്നിരുന്നത് കൊണ്ട് കർത്താവ് ബൈബിൾ 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ തക്കമുള്ള ക്രമീകരണം നടത്തി, അല്ലേ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ 1 മിനിറ്റ് കൊണ്ട് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ? അതോ നിങ്ങൾ പോയി ധ്യാനിക്കാതെയാണോ വന്നേക്കണേ? ഒന്നുകൂടി പറയാം, നാളെ നിങ്ങൾ പറയാൻ തയ്യാറായിട്ട് വേണം വരാൻ. ആരോട് വേണേലും ചോദിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത്ര എളുപ്പത്തിൽ കർത്താവ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അനേകം നാളുകൾ നമ്മൾ പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം. ദൈവരാജ്യം ആദത്തിന് കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. അനുസരണക്കേട് മൂലം ആദാമിന് ദൈവരാജ്യം നഷ്ടമാകുന്നു. പഴയ നിയമം മുഴുവൻ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നീതിക്ക് സദൃശ്യമാണ്. മത്തായി 13:44. വയൽ ലോകം. മത്തായി 13:38. നിധി ദൈവരാജ്യം. പഴയ നിയമം കഴിഞ്ഞു, ഇനി പുതിയ നിയമം. മത്തായി, മാർക്ക്, ലൂക്ക്, ജോൺ, 4 സുവിശേഷങ്ങൾ ഈ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ
കർത്താവ് സ്വർഗത്തിൽ നിന്ന് കടന്നു വരികയാണ്. സ്തോത്രം. ഒറ്റ സന്ദേശം. നീതി സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. വേറൊരു സന്ദേശം ഇല്ല. ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിലുള്ളതാണ്. പിന്നെ എത്ര പുസ്തകങ്ങളുണ്ട്? 3 സെറ്റ് പുസ്തകങ്ങളുള്ള അപ്പോസ്തല പ്രവൃത്തി, ലേഖനങ്ങൾ, വെളിപ്പാട്. 3 പുസ്തകങ്ങൾ. എളുപ്പമാണ്. മത്തായി 13:33 പറയുന്നു, ദൈവരാജ്യം ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിപ്പിനോട് സദൃശ്യം. എത്ര പറമാവ്? 3 പറമാവ്. എത്ര പുസ്തകങ്ങൾ ബാക്കിയുള്ളേ? 3. അതില് അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം പറമാവും, ലേഖനത്തിൽ 2-ാം പറമാവും, വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം പറമാവും പുളിക്കും. അതോടുകൂടി ബൈബിള് കഴിഞ്ഞു. കിട്ടുന്നുണ്ടോ? എന്താണ് ഈ 3 പറമാവ്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യർ, ആത്മാവ്, ദേഹി, ശരീരം, ദേഹം ആയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവദാസന്മാർ ലോകത്തിലോട്ട് ഇറങ്ങി യേശുവിനെ പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേൽക്കാൻ പറഞ്ഞു. അവർ സ്നാനമേറ്റു, നമ്മളും അത് ചെയ്തു. അപ്പോൾ അവർ വീണ്ടും ജനിച്ചു, അവരുടെ ആത്മാവിൽ ദൈവരാജ്യം നിറഞ്ഞു, 1-ാം പറമാവ് പൊളിച്ചു. സ്തോത്രം. തുടർന്ന് ലേഖനങ്ങൾ ഒന്നും ലോകത്തിന് എഴുതിയതല്ല. ലേഖനങ്ങളെല്ലാം ദൈവസഭയ്ക്ക് എഴുതുന്നതാണ്, മൂപ്പന്മാർക്ക് എഴുതുന്നതാണ്. തുടർന്ന് അതായത് 1-ാം പറമാവ് പുളിച്ചവർക്കാണ് ലേഖനങ്ങൾ. സ്തോത്രം. ലേഖനങ്ങളുടെ സന്ദേശം ഇതാണ്: മനസ്സ് പുതുക്കി നീ രൂപത്തിന് അന്തരം വരണം. ആത്മാവല്ല പുതുക്കണേ, മനസ്സ് പുതുക്കി. ഓൾറെഡി ആത്മാവിൽ ആ പുളിപ്പ് കടന്നു വന്നവർ മനസ്സ് പുതുക്കി അവരുടെ രൂപത്തിന് അന്തരം വരുമ്പോൾ അത് ചെയ്താൽ അവരുടെ 2-ാം പറമാവും പുളിക്കും. അങ്ങനെ അതായത് അവരുടെ മനസ്സ് ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറി. അങ്ങനെ നിൽക്കുന്നവർ ഇനി ഒരു കാര്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏതാ? വെളിപ്പാട് പുസ്തകം. അതാണ് ശരീരം. ശരീരത്തിന്റെ രൂപത്തിന് അന്തരവും അവിടെ നടക്കും. ക്രിസ്തുവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം നമ്മുടെ ഈ ശരീരം, മർത്യ ശരീരത്തിന് മാറ്റം വന്ന് തേജസ്സുള്ള ദൈവരാജ്യത്തിന്റെ ശരീരമായി തീരും. അതോടുകൂടി 3-ാം പറമാവും പുളിക്കും. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. നിത്യത തുടങ്ങും. മനസ്സിലായോ? ഒറ്റ സന്ദേശമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ ഭൂമിയിൽ ദൈവരാജ്യം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. വളരെ എളുപ്പത്തിൽ ബൈബിൾ. ഇനി നിങ്ങൾക്ക് ബൈബിളിന്റെ മെസ്സേജ് കിട്ടിയാൽ ഇനി എളുപ്പം ബൈബിൾ മനസ്സിലാക്കാം. നിങ്ങൾ എവിടെ വായിച്ചാലും ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുക. തുടർന്ന് നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു. കുറച്ച് ഡീപ്പറാണ്. നമ്മൾ എവിടെ പ്രവർത്തിക്കണമെന്ന് നാം പഠിച്ച്. പ്രൈസ് ഗോഡ്. വെരി ഗുഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ സഹോദരിമാരെ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. സമയത്ത് പ്രവർത്തിക്കണം, നിത്യതയിൽ ജീവിക്കണം. നമ്മൾ ആരെ അനുകരിക്കുക? നമ്മൾ ദൈവത്തെ അനുകരിക്കുക. ഏത് മനുഷ്യനാ നിത്യതയിൽ പ്രവർത്തിക്കുന്നത്? ഏത് മനുഷ്യനാ നിത്യതയിൽ ജീവിക്കുകയും സമയത്തിൽ പ്രവർത്തിക്കുന്നത്? ഏത് മനുഷ്യൻ നിത്യതയിൽ ജീവിക്കുന്നത്? ഏത് മനുഷ്യൻ? നിത്യതയിൽ ജീവിക്കുന്നത് പുതിയ സൃഷ്ടിയായവൻ. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ മനുഷ്യനാണ് നിത്യതയിൽ ജീവിക്കുന്നത്. സ്തോത്രം. അവനാണ് ദൈവാനുരൂപമായ മനുഷ്യൻ. സ്തോത്രം. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ എന്നെ അനുകരിപ്പിൻ.
പുതിയ സൃഷ്ടി, ഒരുവൻ ക്രിസ്തുവിലായും പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയതാ സകലതും പുതിയതാക്കി. പുതിയ സൃഷ്ടിയായ മനുഷ്യനാണ് നിത്യതയിൽ ജീവിക്കുന്നത്. പഴയ നശിച്ചു പോകുന്ന ശരീരം ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ലോകത്തിലാണ്. ശരീരം കൊണ്ട് നാം ലോകത്തിൽ പ്രവർത്തിക്കാനും നമ്മളുടെ പുതിയ സൃഷ്ടിയായ മനുഷ്യൻ നമ്മുടെ സോഴ്സ് പ്രൊവിഷൻസ് റിലീസ് ചെയ്യുവാനും ഉപയോഗിക്കും. നാളെ ആ ഭാഗത്തേക്ക് കടന്നു വരും. സോഴ്സ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് റിസോഴ്സസ്, ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുവാനിടയാകും. നിങ്ങൾ മനസ്സിലാകാത്തവർ ബുദ്ധിമുട്ടുണ്ട്. കർത്താവോട് പ്രാർത്ഥിച്ചിരിക്കുക. കാരണം ഇതൊരു അല്പം ഡീപ്പറായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഗ്രേറ്റ് പർപ്പസ് ഓഫ് ഗോഡ് അബൌട്ട് ചർച്ച്, സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. 2 സ്റ്റെപ്പുകളിലായിട്ടാണ് ചർച്ചിന്റെ പർപ്പസുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം പല കാര്യങ്ങൾ ഇടയായി. നമ്മൾ ഒരു കിണറിന്റെ ഉള്ളിൽ നിന്നല്ല കിണർ കണ്ടത്, പകരം കിണറിൽ നിന്ന് നമ്മൾ പൊങ്ങി. ഒരു വിമാനത്തിൽ പൊങ്ങുന്നത് പോലെ അങ്ങ് പൊങ്ങി. ഒരു മലയുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇത് ഇത്ര ഉള്ള സ്ഥലം. പക്ഷെ അങ്ങ് പൊങ്ങി കഴിഞ്ഞപ്പോഴാണ് മലകളെ കാര്യങ്ങളെല്ലാം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതേപോലെ നമ്മൾ അങ്ങ് പൊങ്ങിയപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ വരാത്തവർക്കും കൂടി ചേർന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കുവാനിടയായി. ശ്രദ്ധിക്കുക, ഇതാണ് ടൈം ലൈൻ. ഈ കാണുന്ന ടൈം ലൈനിൽ നമ്മൾ മനസ്സിലാക്കി, ആദ്യവും നിത്യത, എറ്റേണിറ്റി എന്ന് വെച്ചാൽ നിത്യത. പിന്നെ ഈ ബ്ലൂവിൽ അവസാനവും നിത്യത. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു പാർട്ടാണ് ടൈം. അപ്പോൾ ടൈമിന് നമ്മൾ ഇന്നലെ ഒരു ഡെഫിനിഷൻ കൊടുത്തു. ടൈം എന്ന് പറഞ്ഞാൽ ഇൻട്രപ്ഷൻ ഇൻ എറ്റേണിറ്റി, അല്ലെങ്കിൽ എറ്റേണിറ്റിയിലെ ഒരു ഇടവേളയാണ് സമയം. അപ്പുറവും നിത്യതയാണ്, ഇപ്പുറവും നിത്യതയാണ്. ഇതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ മോശ ഇങ്ങനെ പറയുവാനിടയായി. 90 സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്, നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാണ്. സ്തോത്രം. അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. നിത്യത 2ആയിട്ട് മുറിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? നിത്യത 2ആയിട്ട് മുറിഞ്ഞുപോയി. ശ്രദ്ധിക്കുക, നിത്യത മുതൽ നിത്യത വരെ നീ ദൈവം. ആരും പറയില്ല എറണാകുളം മുതൽ എറണാകുളം വരെ എന്ന്, അല്ലേ? പക്ഷേ എറണാകുളത്തെ എപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നോ നമുക്ക് പറയാം, എറണാകുളം സൗത്ത് മുതൽ എറണാകുളം നോർത്ത് വരെ. ഇതേപോലെ നിത്യത 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത ആ ഭാഗമാണ് ഈ കാണുന്നത്, ഈ ഇടയിൽ കാണുന്നത്. ഇതാണ് സമയം, ടൈം. ടൈം തുടങ്ങിയതാണ്, ആ തുടങ്ങിയ ടൈം അവസാനിക്കുകയും ചെയ്യും. നമ്മളെല്ലാം തിരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ വചനം പറയുന്നു, ബിഫോർ ദ ടൈം ബിഗൺ, സമയം പക്ഷേ ഇവിടെ വെച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വെച്ച് ആദം ദൈവത്തെ ധിക്കരിച്ചു. അതോടുകൂടെ ആദത്തിന് തനിക്ക് തന്നിട്ടുള്ള തേജസ്, തന്റെ അധികാരം എല്ലാം നഷ്ടമായി. ചുരുക്കം പറഞ്ഞാൽ ദൈവരാജ്യം നഷ്ടമായി.